യെസ്, അപ്പൊ നമ്മുടെ ബോട്ടണിയിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിനായിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടല്ലേ മിസ്, ഇനിയിപ്പോ എക്സാമിനാണെങ്കിൽ ഇത് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പൊ ആ ഒരു ടൈമില് ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എല്ലാ ചാപ്റ്ററിന്റെ ബോർഡിന്റെ ഇവിടെ ഡിസ്കസ് ചെയ്യും. നാളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, അതിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും വരിക. ഒന്നും പേടിക്കേണ്ട, സെറ്റ് ആക്കി തരാം ഞങ്ങൾ, അല്ലേ മിസ്സേ? ഈ 1 മാർക്ക് ക്വസ്റ്റിന് പ്രത്യേകത എന്താ? 1 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ എത്രത്തോളം ചെയ്യുന്നു വെരി ഫണ്ണിയാ. എന്താണ് 1 മാർക്ക് ക്വസ്റ്റിന് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എത്രത്തോളം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ടോപ്പിക് കൂടുതൽ ക്ലിയർ ആവും. കാരണം നമ്മൾ അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കും അല്ലെ, അതിന്റെ ഉള്ളിൽ നിന്നായിരിക്കും അധികം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. A+ കിട്ടുന്ന കുട്ടികൾ A+ന്റെ ഏറ്റവും കൂടുതൽ പോകാൻ വലിയ കാരണം ഈ ഒരു 1 മാർക്ക്. ഒറ്റ മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചില വേരിയേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും 1 മാർക്ക് നിങ്ങൾ അത് 1 മാർക്ക് ആയിട്ട് വിടണ്ട. അതെന്താണ് നമുക്ക് 2 മാർക്ക് ആയിട്ട് വിടണമെന്നല്ല, ഓരോ മാർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം. ഒരു 5 1 മാർക്ക് ആകുമ്പോൾ 5 മാർക്ക് ആയില്ലേ, അവിടെ ഞാൻ ഉദ്ദേശിച്ചത്. ചളി അടിക്കാൻ വന്നേക്കുന്നതാണ്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? Which of these organisms cause mad cow disease in cattle? നമ്മുടെ പ്രയോൺസ് ആണ്. ഈ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഈ മാഡ് കൗ ഡിസീസിന് കാരണം എന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. പിന്നെ ഈ നമ്മുടെ ക്രൂസ്ഫെൽറ്റ് ജേക്കബ് സിൻഡർ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും അറിയാലോ. അതും കൂടി ഇതിന്റെ കൂടെ എന്താണ് ഒന്ന് പോയിന്റ് ഇത് ഓർമ്മയിൽ വെച്ചോളണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, സമയം കളയാൻ. Fill in the blank. The algal component in lichen is known as. ആൽഗെ നമ്മുടെ ഫംഗസോട് ചേർന്നിരിക്കുന്നതിനാണ് നമ്മുടെ ലൈക്കൻ എന്ന് പേര് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ ആൽഗൽ കമ്പോണന്റിന്റെ പേര് ഫൈക്കോബയന്റ് എന്ന് പറയും. അതേപോലെ തന്നെ ഫംഗൽ കമ്പോണന്റിന്റെ പേര് നമ്മള് മൈക്കോ ആ ഒരു ബയന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ആയില്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. Observe the relationship between the first 2 terms and fill in the blank. Mushroom, agaricus ആണെങ്കിൽ bread mold. bread mold എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസോപ്പസ് ആണ്. റൈസോപ്പസ് yes okay yes choose a correct pair. Lichen association of fungi and the root of higher plants പറഞ്ഞേക്കാണ്. ആണോ? ലൈക്കൻ ഒരിക്കലും അല്ല. ആരാണ്? ഫംഗയും ഫംഗയും ഹയർ നമ്മുടെ ഇതാണ് വേറെയാണ് സംഭവം. സാപ്രോഫൈറ്റ്സ് അബ്സോർബ് ബോറോവാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്സ്. മൈക്കോറൈസ അസോസിയേഷൻ ഓഫ് ഫംഗി ആൻഡ് ആൽഗെ. ഫംഗി ആൽഗയുടെ വേറെ ഏതാണ്? അബ്സോർബ് ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്. ഏതെങ്കിലും ഡെഡ് ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ എന്തെങ്കിലും വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് സാപ്രോഫൈറ്റ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ മിസ്സേ? Observe the first pair and fill in the blank. Monera prokaryote ആണെങ്കിൽ നമ്മുടെ യൂകാരിയോട്ട് ആണ് ഈ സംഭവം. ഈ കൂടുതൽ ആകെ ഒറ്റൊരാൾ മാത്രമേ നമ്മുടെ മൊണീറ മാത്രമേ പ്രോകാരിയോട്ട് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് അതൊക്കെ സിമ്പിൾ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോയേക്കാം. Name the unicellular fungus used for making bread. ബ്രെഡ് ഉണ്ടാകാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിസെല്ലുലാർ ഫംഗസ് ആണെന്നറിയാവോ? ആരാണ്? ഈസ്റ്റ് ആണ്. അപ്പൊ ആകെ ഉള്ളതിൽ മൾട്ടി സെല്ലുലർ ആണ് നമ്മുടെ ഫംഗസ് എല്ലാം. അതിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒറ്റൊരാൾ എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ആണെന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചോളുക. അടുത്ത ചോദ്യം. Observe the first pair and fill in the blank. Lichen association with fungi and algae. ശരിയാണല്ലോ. അപ്പം dash is the association of fungi with the roots of higher plants. Mycorrhizal association ആണ്. ബിക്കോസ് അവരുടെ അബ്സോർപ്ഷൻ ഒക്കെ ഈസി ആവാനായിട്ടാണ് ആ ഫംഗസ് അവിടെ കയറിയിരിക്കുന്നത്. പ്ലാന്റ് തിരിച്ച് അവർക്കുള്ള നൈട്രജൻ കമ്പോണൻസ് ഫുഡും എല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളുക. ചോദ്യം. Choose the correct answer from the following. AIDS in human being is caused by. Very easy question. ഫംഗസ് ആണോ മൈക്രോപ്ലാസ്മ ആണോ വൈറസ് ആണോ? ഏതാണ്? നമ്മുടെ HIV വൈറസ് അല്ലേ? അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ഇൻ ഫംഗി. എടാ ഒരു ഫംഗസിന്റെ ഒറ്റ ഒരു രീതിയിൽ അവർ ഇരിക്കുകയാണെന്നുള്ള നമ്മൾ ഹൈഫൈ എന്ന് പറയും. ആ സാധനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഹൈഫൈ എന്ന് പറയും. പക്ഷെ ഇതിങ്ങനെ കുറെ ഇങ്ങനെ കൂടി ചേർന്ന ഇങ്ങനെ എങ്ങനെയൊക്കെയോ എന്താണ് ഒരുപാട് നമ്മളൊരു പേര് പറയും മൈസീലിയം എന്നൊരു പേര് പറയും. മൈസീലിയം. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നേക്കാം അല്ലെ. Fill in the blanks. Archaebacteria which can survive in hot springs. അങ്ങനെയാണ് ഹോട്ട് സ്പ്രിങ്സിൽ ഉണ്ടാവുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമൽസിന്റെ ഒക്കെ ബോഡിയിൽ നമ്മുടെ ഈ ഗട്ട്സിലൊക്കെ ഇരിക്കുന്ന സാധനം ഉണ്ട്. അതിന് നമ്മൾ മെത്തനോജൻസ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന് പറയുന്ന ഒരു പേരാണ് തെർമോ അസിഡോഫൈൽസ്. ഇത് വലുതായിട്ട് എഴുതണല്ലോ. തെർമോ അസിഡോഫൈൽസ്. മിസ് എഴുതിക്കുക. എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ബോറാവുന്നുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. യെസ്. അപ്പൊ നമുക്ക് അറിയാലോ മെത്തനോജൻസ് എന്ന കാര്യം നിങ്ങൾ ഓർത്തോണം. മീഥേൻ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ അവിടെ വരുന്ന ആളാണ് നമ്മുടെ തെർമോ ഫൈൽസ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കല്ല. അപ്പൊ ഇത് നോക്കി വെച്ചോളാം. ചിലപ്പോൾ മെത്തനോജൻസ് ആയിരിക്കും ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. അടുത്തത്. യെസ്.
Observe the relation, fill up the blank. Trypanosoma flagellated protozoan ആണെങ്കിൽ ആരാണ് ciliated protozoan എന്നാണ്. പ്രോട്ടിസ്റ്റേല് വന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രൈപ്പനോസോമ എന്ന് പറയുമ്പോൾ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോൺ ആണെങ്കിൽ സീലിയേറ്റഡ് എന്ന് പറയുമ്പോൾ പാരമീസിയം എന്ന് പറയണം. സീലിയേറ്റഡ് എന്നുള്ള ഓർമ്മ വരണം. പാരമീസിയം സീലിയേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്തോളൂ. അവരുടെ ദേഹത്ത് മുഴുവൻ ഇഷ്ടം പോലെ സീലി ഉണ്ട് മൂവ്മെന്റിനായിട്ടുള്ള കാര്യം ഓർത്താൽ മതി. അടുത്ത ചോദ്യം. Which among the following produce biogas from the dung of ruminant animals? നമ്മൾ പറഞ്ഞു Thermoacidophile ആണോ, Cyanobacteria ആണോ, Methanogens ആണോ, Halophiles ആണോ? നമ്മൾ പറഞ്ഞു ആരാണ്? Methanogens. ഹാലോഫൈൽസ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ഹാലോഫൈൽസ് സോൾട്ടി ഏരിയയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹാലോഫൈൽസ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അവ മൂന്ന് പേരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. Thermoacidophile and Methanogens and Halophiles. Yes, okay. The male sex organ of bryophytes is called. ഇങ്ങനെ വരുവാണെങ്കിൽ ആന്തരീഡിയം എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടാനായിട്ട് പോകണം. ആന്തരീഡിയം സ്പെല്ലിംഗ് തെറ്റിക്കല്ലോ കേട്ടോ. ചില മിസ്സുമാർക്ക് സ്പെല്ലിംഗ് ഒക്കെ തെറ്റിക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ കുട്ടിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് സ്പെല്ലിംഗ് തെറ്റിച്ചതിന്റെ മാർക്കുകൾ മിസ് അങ്ങനെ കളയോ മാർക്ക്. ഇഷ്ടമുള്ള പിള്ളേരെ കാണിക്കില്ല, അത് മോശമാണ്. Observe the relationship of the first pair and fill in the blank. ഏതാ? Algae, brown algae ആണെങ്കിൽ റെഡ് ആൽഗയാണ്. ഒരിക്കലും അത് മറന്നുപോലെ. അത് ഞാനൊരു കോഡ് പറഞ്ഞു കൊടുക്കാറുണ്ട് മിസ്. എന്നറിയോ, കരാച്ചി എന്നുള്ളതിന് കാർ എന്ന് ഓർക്കാം. കാറില് റെഡ് കളർ ജീന് ഉണക്കാൻ ഇട്ടേക്കുന്നു. സംഭവം സെറ്റ് അല്ലേ? കളിയില്ല ആ സംഭവം ഉണക്കണമെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോഡ്സ് ഇറക്കാൻ നമ്മുടെ അമൽ സാറിന് മാത്രമേ കഴിയുള്ളൂ. കൊള്ളാം, നല്ല കാര്യം. ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്സുവൽ ബഡ്സ് ഇൻ ലിവർ ബേർഡ്സ് ആർ കോൾഡ് ജെമ്മേസാബോധ. അത് തന്നെ ജെമ്മേക്കപ്പ്, അതാണ് സംഭവം. യെസ്, അത് ദെമ്മ, ഇത് വേറെയാണ്, ജെമ്മയാണ്. ജെമ്മേക്കപ്പ് കാണുന്നത് നമ്മുടെ മാർക്കാൻഷ്യൽ എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറക്കല്ല. യെസ്, അടുത്ത ചോദ്യം. Which plant group is known as amphibians of plant kingdom? Amphibians of plant kingdom. Cringe എന്നൊക്കെ പറഞ്ഞില്ല. ഓക്കെ, ഏതാണ്? സോറി, കിങ്ഡം ഏതാണ്? നമ്മുടെ ബ്രയോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റ്. യെസ്, ഈ ബ്രയോഫൈറ്റ് അങ്ങനെ വിളിക്കാനുള്ള ഒരു പ്രത്യേക കാരണം ഉണ്ടോ? നമ്മളൊക്കെ ആംബിബിയൻസ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്താ വരിക? കരയിലും. പക്ഷെ സംഭവം അതല്ല. ഇവരുടെ സെക്സ്വൽ ഡിപ്രഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമില്ലാതെ പറ്റില്ല എന്ന കാര്യം ആലോചിക്കണം അല്ലെ? എന്താ അവസ്ഥ എന്ന് ആലോചിക്കുക. വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവർക്ക് എന്താണ് വേണ്ടേ? സെക്സ്വൽ ഡിപ്രഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും വാട്ടർ വേണം. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പേര് ചോദ്യം. Choose the correct answer. Reserve food in Phaophyceae. Phaophyceae എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാനിറ്റോളിനാണ് നമുക്ക് ഓർമ്മ കിട്ടുന്നത്. മാനിറ്റോൾ ഒന്ന് ഡിക്ക് ചെയ്ത മിസ്സേ. മാനിറ്റോളിന്റെ കൂടെ വേറെ സാധനമുണ്ട്, ലാമിനാരിന്. അതുകൂടെ ലാമിനാരിന്. അപ്പൊ ഇത് ഓർത്ത് വെക്കാനും ഞാനൊരു കോഡ് പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. എന്നാന്നറിയാമോ? ആമിന ഫുഡില് ബ്രൗൺ കളർ മണ്ണിട്ടു. എന്താ സംഭവം? ആമിന ഫുഡില്, ആമിന ഫോർ ലാമിനാരിൻ ആൻഡ് മണ്ണിട്ടു മീൻസ് മാനിറ്റോൾ ആൻഡ് ബ്രൗൺ കളർ മണ്ണായിട്ട്. അപ്പൊ ഏത് ആൽഗ ആയിരിക്കും? ബ്രൗൺ ആൽഗയാണ്. അത് സംഭവം സെറ്റ് അല്ല, കൂടുതലല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? Yes. Reserve food of Rhodophyceae. ഫ്ലോറിഡയിലെ റോഡൊക്കെ റെഡ് കളർ അറിയാവോ? എന്നറിയോ? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഫ്ലോറിഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലമില്ല, ആ ഫ്ലോറിഡയിലെ റോഡൊക്കെ റെഡ് ആണെന്ന് ഓർത്താൽ മതി. അപ്പൊ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണെന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ. അടുത്ത ചോദ്യം വരട്ടെ. The type of inflorescence in which main axis continues to grow. രണ്ട് ടൈപ്പ് ആണ് നമുക്ക് കാണാനുള്ളത്, റെസിമോസും സൈമോസും. സൈമോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ടിപ്പ്, ആ ഒരു സ്റ്റെമ്മിന്റെ എൻഡിൽ എന്തായാലും ഒരു ഫ്ലവർ ഉണ്ടാവും. പക്ഷെ റെസിമോസ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെമ്മിന്റെ എൻഡിൽ ഒരു ഫ്ലവർ ഉണ്ടാവില്ല. അപ്പൊ ആ സ്റ്റെമ്മ് പിന്നെ എന്ത് ചെയ്യും? വളർന്നുകൊണ്ടിരിക്കും. അതാണ് റെസിമോസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ചോദ്യം fill in the blanks തന്നെയാണ്. എ ഫ്ലവർ ഹാവിംഗ് ബോത്ത് ഗൈനീഷ്യം ആൻഡ്രീഷ്യം, രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? യൂണിസെക്സ്വൽ അല്ലല്ലോ, ബൈസെക്സ്വൽ എന്നാണ് നമ്മൾ പറയുക. ബോത്ത് ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും ഉള്ളതുകൊണ്ട്. യെസ്, choose the correct answer. The arrangement of veins and veilets in മിസ് പറഞ്ഞോളൂ, അതിന്റെ ആൻസർ പറഞ്ഞോളൂ. Phyllotaxy ആണോ, വിനേഷൻ ആണോ, ഇൻഫ്ലോറസൻസ് ആണോ, പ്ലേസന്റേഷൻ ആണോ? ഏതായിരിക്കും? വെയിൻസും വെയിൻലെറ്റ്സും വിനേഷൻ. യെസ്, ആ പേരിൽ തന്നെ ഉണ്ട്. വിനേഷൻ അല്ലേ? ഓക്കേ. അടുത്ത ചോദ്യത്തിലേക്ക് പോയേക്കാം, നമുക്ക് കളയേണ്ട സമയം. Name the waxy thick layer seen over the epidermis which prevents the loss of water. വാട്ടർ പോവാതിരിക്കാൻ മെഴുകു പോലെ വാക്സി ആയിട്ടുള്ള ഒരു ലെയറിംഗ് നമുക്ക് ലീഫിൽ കാണാം. അതാണ് എന്ത്? ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ നമ്മുടെ എപ്പിഡെർമിസിന്റെ മുകളിൽ ഇങ്ങനെ കേറി അങ്ങോട്ട് ഇരിക്കുകയാണ് അല്ലേ? യെസ്, അടുത്ത ചോദ്യത്തിലേക്ക്. All the tissues in the inner side of the endodermis together is constitute aluminum. അല്ല, സ്റ്റീല്. സ്റ്റീലാണ്. എൻഡോഡെർമിസിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും നമ്മൾ പറഞ്ഞ പേരാണ് സ്റ്റീൽ. ഓക്കേ. വാട്ട് ആർ ബുള്ളിഫോം സെൽസ്? ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയുന്ന പോലെ എന്തൊരു സാധനം അല്ല അതുപോലെ വല്ലാതെ എന്താണ് ലാർജ് ആയിട്ടുള്ള എംപ്റ്റി ആയിട്ടുള്ള കളർലെസ് സെൽസ് നമുക്ക് ഇത് കാണാൻ പറ്റുന്ന എവിടെയാണ് ഗ്രാസസിലാണ് ഇത് കാണാനായിട്ട് വരുന്നത്. ചില സമയം വെള്ളമുള്ള സമയത്ത് ഈ ലാർജ് സെല്ലിലേക്ക് വെള്ളമൊക്കെ വന്ന് കയറിയിട്ട് ടർജഡ് ആയിട്ട് ഇവർ നേരെ നിൽക്കുക ലീഫ്. പക്ഷെ ഇതല്ല, വെള്ളം അവിടെ ഇല്ലാതായി കഴിയുകയാണെങ്കിൽ ഷ്രിങ്ക് ആവണം എന്ത് സംഭവിക്കും? ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇല എന്ത് ചെയ്യും? ഇല ഉള്ളിലേക്ക് മടങ്ങും. എന്തിനാണ്? കേളിംഗ് ഇൻവേർട്സ്. എന്തിനാണ് അത് കേൾ ചെയ്യുന്നത്? വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ, വെള്ളം പോവാതിരിക്കാൻ. ഇനി അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി നോക്കുമ്പോൾ പുല്ല് വളഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം അവിടെയുള്ള ബുളിഫോം സെൽസിൽ എന്തില്ല? വെള്ളമില്ല. ഇനി നേരെ നിൽക്കുകയാണെങ്കിൽ എന്ത് പറയാം? വെള്ളം ഉണ്ടെന്ന് പറയാം. ഏതാണ്? റൂട്ടിലും സ്റ്റെമ്മിലും എല്ലാം അവിടെ നമുക്ക് ഈ ഗ്രൗണ്ട് ഇഷ്യൂ എന്ന് തന്നെ പറയും. പക്ഷെ ഇവിടെ ചോദിച്ചാൽ വേറൊരു പേര് പറയും. എന്താണ്? മീസോഫിൽ സെൽസ് എന്നാണ് അതിന്റെ പേര്. ചോദ്യത്തിലേക്ക് പോകാം. Choose the correct answer. Vascular bundles which have cambium between xylem and phloem is called. Xylem phloem സമാധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ബെസ്റ്റി വന്ന് കയറുന്ന ഒരാളാണ്. ഉണ്ടെങ്കിൽ എന്താണ്? സെക്കൻഡറി ഗ്രോത്ത് നടക്കും. അപ്പൊ അവരെല്ലാത്തിനും വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്. അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളതുകൊണ്ട് എന്താണ്? അതെ, ഓപ്പൺ മൈൻഡഡ് ആണല്ലോ. അപ്പൊ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. അമൽ സർ വരും പൊളിയല്ലേ. Choose the correct answer. Casparian strips are present in dicot root, dicot stem, dicot leaf, monocot stem. ഏതിലാണ് നമുക്ക് കാസ്പേറിയൻ സ്ട്രിപ്സ് കാണാനായിട്ട് സാധിക്കുക? ഏതിലാണ്? യെസ്, നമ്മുടെ ഡൈക്കോട്ട് റൂട്ട്. കാസ്പേറിയൻ സ്ട്രിപ്പ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എൻഡോഡെർമിസിനകത്താണ് ഇത് കാണാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ വലിയ വലിയ സെല്ലുകൾ ഉണ്ടായിരിക്കും. അവിടെ ഇടയ്ക്കായിട്ട് ആവശ്യമില്ലാതെ വെള്ളം ഒന്നും കയറി പോകാതിരിക്കാണ്ട് ഇവർ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? സുബറിൻ ഡിപ്പോസിഷൻ ഉള്ള. Choose the അതൊന്നും ഇത്രയൊന്നും ഇവർക്ക് പഠിക്കേണ്ട കാര്യമില്ല. Choose the correct answer from the following. Which of the following is the major pigment of photosynthesis? ഫോട്ടോസിന്തസിസിൽ ഏതൊരു പ്ലാന്റ് ആയാലും അവരിലെല്ലാം ഉണ്ടാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് നമ്മുടെ ക്ലോറോഫിൽ എ ആണ്. ആ ക്ലോറോഫിൽ എ ആണ് അവിടുത്തെ റിയാക്ഷൻ സെന്റർ. അവരില്ലെങ്കിൽ അവിടെ ഒരു പണിയും നടക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആണ്. Write the name of the first stable compound formed in C4 pathway. C4 pathway അവിടെ ഉണ്ടാവുന്ന ആദ്യത്തെ സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി നമ്മുടെ നേരെ അവിടെയാണെങ്കിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവും. C3 പ്ലാന്റ് ആണെങ്കിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവും. അടുത്ത ചോദ്യത്തിലേക്ക് പോയേക്കാം. The site of dark reaction photosynthesis is dash part of chloroplast. ലൈറ്റ് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നടക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈലക്കോഡിൽ നടക്കും. ഇവിടെയാണെങ്കിൽ സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കാനായിട്ട് പോകുന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നെയിം ദി എൻസൈം. ഏതാണ് നമ്മുടെ എൻസൈം എന്നറിയാവോ? നല്ല ഒരു സൂപ്പർ ഹീറോ എൻസൈം എന്ന് അറിയാവോ? അവർക്ക് ഒരേ സമയം നമ്മുടെ കുമ്പിടിനെ പോലെ കാർബോക്സിലേഷനും പറ്റും ഓക്സിജനേഷനും പറ്റും. ഇത് രണ്ടിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പേര് പറയാം റുബിസ്കോ എൻസൈം ആണ്. ഇത് റുബിസ്കോ എൻസൈം ആണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് ഞാൻ റെസ്റ്റ് എടുക്കാം. Name the site of dark reaction chloroplast. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്. Observe the first pair and fill in the blank. Light reaction dark reaction. വീണ്ടും സ്ട്രോമ തന്നെ. പിള്ളേര് പഠിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും ഇതിലും മറക്കില്ല കാര്യമില്ല. എന്തായാലും മറക്കില്ല. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാട്ടമി. അതാണ് എത്ര പ്രാവശ്യം ചോദിച്ചാലോ 1 മാർക്കിലും 2 മാർക്കിലും 3 മാർക്കിലും എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് മറന്നിട്ട് നിങ്ങൾ ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ പഠിക്കാനായിട്ട് പോകണ്ട. നമ്മുടെ ക്രാൻസ് അനാട്ടമി ആണ്. ക്രാൻസ് അനാട്ടമി നമ്മുടെ റീത്ത് പോലുള്ള ഷേപ്പിലൊക്കെ അവരുടെ ഒരു സ്പെഷ്യൽ അനാട്ടമി ബണ്ടിൽ ഷീറ്റെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇത്. ക്രാൻസ് അനാട്ടമി മറന്നിട്ട് പോവല്ലേ. യെസ്. Choose the correct answer. The primary acceptor of carbon dioxide in C3 plants is C3 plants അവിടെ ആദ്യമായിട്ട് CO2 വെളിയിൽ നിങ്ങോട്ട് പിടിച്ച് അകത്തേക്ക് എടുത്ത് അവിടെ ഇരുത്തി മര്യാദയ്ക്ക് ഇരുത്തുന്നത് നമ്മുടെ RUBP ആണെന്നുള്ള കാര്യം ഓർത്തോളുക. RUBP ആണ് അവിടെ ആളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം. gaseous plant hormone. The only gaseous plant hormone എന്ന് പറയുന്നത് ആരാണ്? കൂട്ടത്തിൽ ഒരുത്തരേ ഉള്ളൂ. ആരാ? നമ്മുടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവരെ നമുക്ക് ഗ്യാസിന്റെ ഫോമിലായതുകൊണ്ട് നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. എത്തഫോൺ ആയിട്ടാണ് നമ്മൾ ഇവരെ വാങ്ങിക്കാനായിട്ടൊക്കെ പോകുന്നത്. അവര് തന്നെയാണ് എന്തിനു സഹായിക്കുന്നത്? റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. അതിനും സഹായിക്കുന്നത് ആരാണ്? എല്ലാ ഹോർമോണിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു വെക്കണ്ടേ. എതിലിന്റെ മെയിൻ ഫംഗ്ഷൻ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കണം. ഓക്കേ. Name the plant hormone known as stress hormone. Stress കോസ് ചെയ്യുന്ന ഹോർമോൺ ആരാണ്? ഇവിടെ മിസ്സിന് സ്ട്രെസ് വരുന്ന അമൽ സാർ ആണെങ്കിൽ ഇതുപോലെ ഹോർമോണുകൾ ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ സൗണ്ട് മാത്രം ഇതിലേക്ക്. അതെ വല്ലാത്തൊരു സ്ട്രെസ് അല്ലടാ. ഇവിടെ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന് അവരൊരു കോൾഡ് ക്ലൈമറ്റ് ആയാലോ ഹൈ ടെമ്പറേച്ചർ കൂടിയാലോ അങ്ങനെ വെള്ളമില്ലാതെ വരിക ഇതെല്ലാം അവരെ സംബന്ധിച്ചുള്ള സ്ട്രെസ് ആണ്. നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? സീഡ് ജെർമിനേറ്റ് ചെയ്യാനൊന്നും പാടില്ല. അപ്പൊ ആ സ്ട്രെസ് ഹോർമോൺ ആയിട്ട് അറിയപ്പെടുന്ന അവിടെ ആ ഒരു സ്ട്രെസ് വരുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഡോർമൻസി പീരിയഡിലേക്കൊക്കെ മാറ്റുന്ന നമ്മുടെ അബ്സിസിക് ആസിഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാം സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മളൊരു പട്ടം ചാർത്തി കൊടുത്തു. ആർക്ക്? അബ്സിസിക് ആസിഡ് or ABA.
Choose the only one growth inhibiting plant hormone among the following options is. ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ്. അതെ, ഈ ഡി എന്താ നമുക്ക് അറിയില്ല. തൽക്കാലം നമുക്ക് ഡീനെ നമുക്ക് സ്റ്റൈലിന് അവിടെ ഇരിക്കട്ടെ അല്ലേ? അപ്പൊ ഈ കണ്ണ് കിട്ടായിരിക്കും ഒരു പൊട്ടു. ABA IAA NAA 24 ഈ ഡി അതവിടെ വന്നത് മനസ്സിലായില്ലായിരുന്നു. ഞാൻ ഓപ്ഷൻ ഡി ആന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ABA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളവരൊക്കെ ആരാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പൊ ഇവിടെ എന്താണ് ചോദ്യം തരുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാരും ചോദിക്കാൻ നമുക്ക് നേരെ ഓർത്തോണം അബ്സസിക്കാസ് എന്നുള്ള കാര്യം ഓർത്തോണം. Several ribosome attach to a single mRNA and form a chain called എന്താണ്? ഒരുപാട് റൈബോസോം വരുമ്പോ പോളിറൈബോസോം ഓർ പോളിസോം. പോളിറൈബോസോം എന്ന് പറയും, ഇല്ലെങ്കിൽ പോളിസോംസ് എന്ന് പറയാം അല്ലേ? ഓക്കെ, Who discovered Golgi apparatus കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് പലേഡ്, കാമിലോ ഗോൾഗി, ജോർജ് പാരിസ്. ഞാൻ ആദ്യം റോബർട്ട് ബ്രൗൺ. വിവരമില്ലാത്തവർ അങ്ങനെ പലതും വായിക്കും. റോബർട്ട് ഹുക്ക് ആരാണ്? ഇതിൽ നമ്മുടെ പേരിൽ തന്നെ ഉണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാമിലോ എന്ന് വിളിക്കോ ഗോൾഗി എന്ന് വിളിക്കോ? എനിക്ക് തോന്നുന്നു കാമി അങ്ങനെ കയറി വിളിക്കാം. അപ്പൊ ജോർജ് പലേഡ് ആണ് മതി കേട്ടോ. നമ്മുടെ റൈബോസോംസ് കണ്ടുപിടിച്ചതായിരുന്നു ജോർജ് പലേഡ്. റോബർട്ട് ബ്രൗൺ ക്വസ്റ്റിന്റെ ഉത്തരാണത്. റോബർട്ട് ബ്രൗൺ ആണ് നമ്മുടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന. റോബർട്ട് ഹുക്ക് ആണ് இந்த സെൽ എന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്ത്. ജസ്റ്റ് ഓർത്ത് വെക്കാം. താങ്ക് യു. Choose the correct answer. The organelle known as powerhouse of the cell. എത്ര കാലമായി 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നമ്മുടെ? ഓക്കെ മക്കളെ, ഈ വീഡിയോ കഴിഞ്ഞ് അമൽ സാറിനെ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ ആരും സംശയിക്കരുത്. ഞാൻ ചുമ്മാ എല്ലാരും നമ്മൾ 7ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതുകൊണ്ട് ഞാൻ കറക്റ്റ് ആക്കിയത്. The stage between two meiotic divisions is called interphase, interkinesis, quiescent stage, cytokinesis. ഏതാണ് നമ്മുടെ ഇന്റർകൈനസിസ്? രണ്ട് മിയോട്ടിക് ഡിവിഷനുകളുടെ ഇടയിൽ വരുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. Fill in the blanks ആണ്. DNA synthesis takes place in the dash phase of cell cycle എന്ന് പറഞ്ഞേക്കാണ്. ഏത് ഫേസ് ആണ് മിസ്സേ? ഏതാണ് ഫേസ്? S phase അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സിന്തസിസ് ഫേസ് എന്ന് ആ ഫേസിനെ പറയും. അപ്പൊ അതിൽ തന്നെ ഉണ്ട് സിന്തസിസ്, DNA synthesis. Next, fill in the blank ആണ്. Exchange of genetic material between homologous chromosomes during Packettine stage of meiosis 1 is called. Packettine stage of meiosis 1 is called. Very important. ഏതാണ്? ക്രോസിംഗ് ഓവർ അല്ലേ? എന്താണ്? ജനറ്റിക് മെറ്റീരിയലുകൾ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. The stage at which synapses occur during prophase 1. എപ്പോഴാണ് സിനാപ്സിസ് എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത്? സൈഗോട്ടീൻ സ്റ്റേജിലാണ് സിനാപ്സിസ് ഒക്കർ ചെയ്യുന്നത്. ഇനി observe the relationship between the first two terms and fill in the blank. Metaphase spindle fibers attach to kinetochores എന്ന് പറഞ്ഞേക്കാണ്. ഇവിടെ ഡാഷ് എന്ന് കൊടുത്തിട്ട് chromatids move to opposite poles എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ പറയുന്ന നമ്മുടെ ക്രോമസോമുകളുടെ കൈനറ്റോകോറിൽ വന്ന് അറ്റാച്ച് ചെയ്ത് നമ്മുടെ മെറ്റാഫേസ് പ്ലേറ്റ് അല്ലേ, ആ ഒരു പ്ലേറ്റ് ഫോം ചെയ്യുന്നതാണ് മെറ്റാഫേസ്. അത് കഴിഞ്ഞ് രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യുന്നു? പോകുന്നു. ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? അനാഫേസ് ആണ്. അനാഫേസ്. ഓക്കെ, the stage between meiosis 1 and meiosis 2 ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഏതാണ്? ഇന്റർകൈനസിസ് ആണെന്ന് പറഞ്ഞു. choose the correct answer. നമ്മുടെ റെസ്പിറേഷനിലേക്ക് കടന്നു അല്ലേ? the RQ respiratory coefficient of carbohydrate is 1. എല്ലാവർക്കും ഇത് സിമ്പിൾ ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Complete oxidation of organic substance in the presence of oxygen is. എന്താണ് പറയുന്നത്? പ്രസൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ അത് നമ്മുടെ എന്താണ്? Aerobic. Yes. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Fill in the blank. The end product of glycolysis is. എന്ന സിമ്പിൾ ചോദ്യമൊക്കെ വരുന്നത് ഏറ്റവും അവസാനം ഉണ്ടാവുന്ന ഏതാണ്? നമ്മുടെ പൈറൂവിക് ആസിഡ്. പൈറൂവിക് ആസിഡ് ആണ് അത് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ name the process which is common for both aerobic and anaerobic. നമ്മുടെ glycolysis. Yes. അടുത്ത ചോദ്യം വേറെ ഇതിലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ആഡ് ചെയ്തത്. Fill the blanks. The process of breakdown of glucose to pyruvic acid is called. അതും എന്ത് തന്നെയാണ്? ഗ്ലൈക്കോലൈസിസ് തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ രണ്ട് രീതി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. Fill in the blank. The number of carbon atoms in acetyl coenzyme which take part in Krebs cycle is 2. എത്രയാണ്? 2 അല്ലെ? 2 കാർബൺ ആറ്റം ആണ് നമുക്ക് അസറ്റൈൽ കോഎൻസൈം എയിൽ കാണാനായിട്ട് സാധിക്കുക. യെസ്, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അത്ര തന്നെ ഉള്ളൂ. കഴിഞ്ഞു. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
അപ്പൊ ഇത്രയാണ് നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റൻ നമ്മൾ എത്ര നോക്കുന്നു. ഇനിയിപ്പോ വളരെ കുറച്ച് സമയങ്ങളും 24 മണിക്കൂർ പോലും ഇല്ല ഇവരുടെ എക്സാമിന് വേണ്ടിട്ട് അല്ലെ. അപ്പൊ ഈ ഫൈനൽ സ്റ്റേജിൽ നിങ്ങൾ വളരെ ചെറിയ ടൈമാണ് നമ്മൾ വീഡിയോയിലൂടെ ഒരു 15 മിനിറ്റിലൊക്കെ ഉള്ളൂ അല്ലെ, 15-20 മിനിറ്റിനുള്ളിൽ. അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ ആ 1 മാർക്ക് ക്വസ്റ്റൻസ് ഈ സംഭവങ്ങൾ നേരിയൊന്നും അല്ലാതൊന്നും ചോദ്യങ്ങളൊന്നും വരാനായിട്ട് പോകില്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വന്നാൽ ഈ ഒരു പാറ്റുകളെ വരുമായിട്ടുള്ളൂ അല്ലെ. മിസ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ടെൻഷനും വേണ്ട, എക്സാമിന് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഈ ക്വസ്റ്റൻസ് നോക്കുക. എന്താ ഇന്ന് നമ്മുടെ ബമ്പർ മാരത്തോൺ പൊളിച്ചടുക്കി 4:30 തൊട്ട് തുടങ്ങുവാണ് പരിപാടി. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ പരിചയമുള്ള +2കാരുടെ അവരോടും ചോദിച്ചു. കഴിഞ്ഞ മാരത്തോൺ ഞങ്ങൾ 2 മണി വരെ, രാത്രി 2 മണി വരെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. മാത്രമല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യം വരാതിരുന്നെങ്കിൽ ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് വിചാരിക്കായിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ മാരത്തോൺ 4:30 അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫിസിക്സുകാര് 2.25 മണിക്കൂർ എടുത്തു. നമുക്കൊരു കാര്യം ചെയ്തേക്കാം അല്ലെ, 1 മിനിറ്റ് കൂടുതൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ മാരത്തോൺ വരാനായിട്ട് നേരത്ത് നിങ്ങൾ ചുമ്മാ വന്നാൽ പോരാ, നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ആ കൂടെ ഒന്ന് പഠിച്ചു കേട്ടോ. അവസാന നിമിഷം നിങ്ങൾക്ക് ഫ്രണ്ട്സ് മെസ്സേജ് അയക്കും. ഞാനൊക്കെ പഠിക്കാൻ മെസ്സേജ് അയക്കുമായിരുന്നു, എടാ നീ പഠിച്ചോടാ വല്ലത്, ഞാൻ ഒന്നും പഠിച്ചില്ല എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ പറയുക, എടാ നീ പഠിച്ചോടാ ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വാ നമുക്ക് ഏകണ്ട ക്ലാസ് ഒരുമിച്ച് കാണാം, അവിടെ നമുക്ക് ചാറ്റ് ചെയ്ത് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടി വരിക, നമുക്ക് അവിടെ വെച്ച് പൊളിച്ചടിക്കുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഞാൻ എന്ത് തേങ്ങയാണോ ഈ പറയുന്നത്? പക്ഷെ ഇന്നത്തെ കുറെ ഫൺ